ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൊടി ഇഡ്ഡലിയാണ്. പൊടി ഇഡ്ഡലി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ രാവിലെ ഇഡ്ഡലിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള ഇഡ്ഡലി കൊണ്ട് വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് പൊടി ഇഡ്ഡലി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ് പൊടി ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാൻ പൊടി ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഈ ചെറിയ ഇഡ്ഡലി വെച്ചിട്ടാണ്. ഈ ചെറിയ ഇഡ്ഡലി 54 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വലിയ ഇഡ്ഡലി വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ്. വലിയ ഇഡ്ഡലി ആണെങ്കിൽ ഒരു 4 എണ്ണമെങ്കിലും വേണം. വലിയ ഇഡ്ഡലി ആയിട്ട് തന്നെ നമുക്ക് വലിയ ഇഡ്ഡലി അങ്ങനെ തന്നെ നമുക്ക് പൊടി ഇഡ്ഡലി ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അതിനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. നെയ്യും ഓയിലും ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്തിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കണം. ഇനി പൊടി ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചട്നിപ്പൊടിയാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഉപയോഗിക്കുന്ന ചട്നിപ്പൊടി ഉണ്ടല്ലോ. ഇതിപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചട്നിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ 4 ടേബിൾ സ്പൂൺ ചട്നിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ചട്നിപ്പൊടി നമുക്ക് ഓയിലിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. കരിഞ്ഞു പോയത് തീ കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ഈ സമയത്ത് ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഇഡ്ഡലിയും കൂടി ചേർക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ഓരോ ഇഡ്ഡലിയുടെ മുകളിലേക്ക് നമ്മുടെ ഈ ചട്നിപ്പൊടി കോട്ടാവണം. അതേപോലെ മിക്സ് ചെയ്യണം. എൻ്റെ മോളാണ് ഈ പൊടി ഇഡ്ഡലിയെ പറ്റി എനിക്ക് പറഞ്ഞു തന്നത്. ഇപ്പോൾ പൊടി ഇഡ്ഡലിയും കൂടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കണം. നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഇതൊന്ന് കഴിച്ച് നോക്കുക. അതിനകത്ത് കായോ അല്ലെങ്കിൽ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി ഇഡ്ഡലിപ്പൊടി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി 1-2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ ഇഡ്ഡലിപ്പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിപ്പൊടി എക്സ്ട്രാ ചേർക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ചും കൂടി ഓയിലോ അല്ലെങ്കിൽ നെയ്യും കൂടി ചേർക്കണം. എന്നാൽ മാത്രമേ ആ പൊടിയും ഇഡ്ഡലിയും കൂടെ നല്ലതുപോലെ മിക്സായി കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊടി ഇഡ്ഡലിയാണ്. നമ്മൾ ഈ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്.